അതിന്റെ പരിശുദ്ധനാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. IPC 13-ാം ഫാമിലി കോൺഫറൻസിൽ യേശുക്രിസ്തുവിന്റെ വചനമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കുന്ന അവസരത്തിനായി സ്തോത്രം. അതിന് എനിക്ക് അവസരമൊരുക്കിയ ഈ നാഷണൽ കോൺഫറൻസിന്റെ എക്സിക്യൂട്ടീവ്സിനെ എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഈ വേദിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാർക്കായി സ്തോത്രം. വിശേഷാൽ അധ്യക്ഷനും കൺവീനറും ഒക്കെ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ അതിനെ ആവർത്തിക്കുന്നില്ല. IPC പ്രസ്ഥാനത്തിൽ ശക്തമായി നടത്തപ്പെട്ട ദേവദാസന്മാരെ അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഈ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് കടന്നു വന്ന ദൈവമക്കൾക്കായി സ്തോത്രം. എനിക്ക് ശേഷമായി ശുശ്രൂഷിക്കുന്ന ഈ കോൺഫറൻസിന്റെ പ്രധാന പ്രാസംഗികനായിരിക്കുന്ന പാസ്റ്റർ പ്രതാപ് സിംഗിനെ തന്റെ ശുശ്രൂഷകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ശുശ്രൂഷിച്ച സഭകളൊക്കെ കടന്നു വന്ന് വചനം അറിയിച്ചിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട തന്റെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. തുടർന്ന് കർത്താവിന്റെ ദാസൻ വചനം സംസാരിക്കുമല്ലോ. ഈ ദിവസം നടക്കുന്ന കോൺഫറൻസ് വളരെ അനുഗ്രഹമായി തീരുമെന്ന് വളരെ വിശ്വാസം എനിക്കുണ്ട്. കാരണം കർത്താവിന്റെ ദാസൻ പാസ്റ്ററെ ചൂണ്ടി ഓർപ്പിച്ച പ്രകാരം ധാരാളം ദൈവമക്കൾ തുടർമാനമായി ഈ കോൺഫറൻസിന് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളുടെ സഭയിലെ IPC എബനേസറിലൊക്കെ രാവും പകലും മാറി മാറി ഉപവാസ പ്രാർത്ഥനകളായിരുന്നു ഈ കോൺഫറൻസിന്റെ വിശേഷ അനുഗ്രഹത്തിനായി. ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ പ്രതിഫലനം ഈ കോൺഫറൻസിൽ ഉണ്ടാകുമെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. അത് കാണുവാൻ ഞാൻ ആത്മാവിൽ കൊതിക്കുകയാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന IPC സഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനയും ഈ കോൺഫറൻസിലുണ്ട്. ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ദേവദാസന്മാരുടെ ശുശ്രൂഷകളെ അവർ ബഹുമാനിക്കുന്നു. എന്നേക്കാൾ ശക്തമായി വചനം സംസാരിക്കുന്ന ദേവദാസന്മാരാണ് ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്നത്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന അധികം സമയം എടുക്കുവാൻ എനിക്ക് തന്നതിൽ കുറച്ച് സമയം ഞാൻ എടുക്കുന്നത്. കാരണം കർത്താവിന്റെ ദാസൻ കേൾക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട തീമിനെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതിന് 2 വർഷങ്ങളാണ് ഉള്ളത്. 1-ാം വർഷം കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ചു മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. Be faithful even unto the point of death. മരിക്കേണ്ടി വന്നാലും വിശ്വസ്തനായി മരിക്കുക എന്ന് പറഞ്ഞൊരു വലിയ ഭാഗ്യമാണ്. എങ്ങനെയെങ്കിലും ഒടുങ്ങുന്നൊരു ജീവിതത്തിനല്ല നാം കൊതിക്കേണ്ടത്. മരിക്കുന്നെങ്കിൽ വിശ്വസ്തനായിട്ട് മരിക്കും. അപ്പോൾ തന്നെ അതിലൊരു വേറൊരു വശമുണ്ട്. ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും വിശ്വസ്തയോടെ പരമാർത്ഥയോടെ കർത്താവിനെ സേവിക്കുക. ആ ഒരു ഭാഗം ഇന്ന് രാത്രി ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ശക്തന്മാരെ ദേവദാസന്മാർ ഇതിന്റെ മറുവശങ്ങളെ കുറിച്ച് ആധികാരികമായി അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കുമെന്ന് എനിക്ക് കർത്താവിൽ വളരെ പ്രതീക്ഷയുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം നാം ആവർത്തിക്കുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. ഒരു സ്നാനക്കടവിൽ നിന്ന് കയറി വരുന്ന വ്യക്തിയുടെ തലയിൽ കൈവച്ച് പറയാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്യമല്ല ഇത്. ജീവിതകാലം നിലനിർത്തുവാൻ കർത്താവ് നമ്മളെന്ന് പ്രതീക്ഷിക്കുന്നു. ദേവദാസൻ ഓർപ്പിച്ച 12-ാം സംഗീതത്തിലെ 1-ാം വാക്യം, ഒരു ഭക്തൻ നിലവിളിക്കുക, കർത്താവെ രക്ഷിക്കണേ. വെള്ളത്തിൽ താണു പോകുന്ന ഒരു പടകിനെ നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത്. അല്ല, താണു പോകുന്ന പത്രോസല്ല വിളിച്ചു പറയുന്നത്. ഭക്തൻ പറയുന്നു, ഭക്തന്മാർ ഒഴിഞ്ഞു പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേരുടെ ആദരവിൽ നീ പ്രാർത്ഥന ഉയരും. കർത്താവിന്റെ കുടുംബത്തിൽ, എന്റെ സഭയിലെ ഞങ്ങൾ കൂടി നടക്കുന്ന ആത്മീയ മണ്ഡലത്തിൽ ഭക്തന്മാർ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. വിശ്വസ്തന്മാർ വിരലിൽ എണ്ണാവുന്നതായി കുറയുമ്പോൾ അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നൊരു ആത്മധൈര്യത്തിനായി ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നീതിയായ ദൈവമേ ഉത്തരവരണമേ എന്ന് നിലവിളിക്കാത്തവരാരുമില്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ പറയട്ടെ, എവിടൊക്കെ നീതിക്ക് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നുവോ നാം ഉറപ്പിക്കുന്നത് എന്താണെന്ന് അറിയണം. 85-ാം സങ്കീർത്തനം അതിന് 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുമ്പോൾ നീതി സ്വർഗത്തിൽ നോക്കുകയാണ്. ഇന്ന് രാത്രികാലം നാം ഈ ഭൂമിയിൽ വിതയ്ക്കുന്നത് ജീവിതം കൊണ്ട്, ശുശ്രൂഷ കൊണ്ട്, കുടുംബം കൊണ്ട് ഞാനും നിങ്ങൾ വിതയ്ക്കുന്നത് വിശ്വസ്തതയാണെങ്കിൽ ഒരു സംശയമില്ല, ആകാശത്തിലെ വിവാദങ്ങൾ തുറന്ന് സ്വർഗത്തിലെ ജനത്തിലൂടെ നീതി വർഷിപ്പിച്ചിരിക്കും. രാത്രി ഞാൻ ഉറപ്പിക്കുന്നത്, ഞാൻ വിതയ്ക്കുന്നത് വിശ്വസ്തതയാണെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് അത് നമ്മളെ പെയ്തിറങ്ങിയിരിക്കും. പൗലോസ് പറയുകയാണ് 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ, ഞങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ ധരിക്കേണ്ടത്? നാം എന്താണ് ധരിക്കേണ്ടത്? ഞങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരാണ്. ഞങ്ങൾ ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. ഗ്രഹവിചാരകന്മാർ തിരക്കുന്നത് എന്താണെന്നറിയാമോ? അംഗബലമോ ആൺപെരുപ്പമോ അണികളുടെ ആരവമോ ആസ്തികളുടെ ആധിക്യമോ ഒന്നും അല്ല. ഗ്രഹവിചാരന്മാരിൽ തിരക്കുന്നതോ വിശ്വസ്തതയത്രേ. ഇന്ന്
വരുവാൻ എത്ര പേര് തയ്യാറാകും? ഒന്നുണ്ട് വാക്യം വായിച്ച് ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. എബ്രായലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അപ്പോൾ തന്നെ സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഞാനത് വായിക്കുന്നു. ഭക്തനെ കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യമാണ്. പുതിയ ലേഖന കർത്താവായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ എബ്രായ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, എന്റെ ദാസനായ മോശ ദൈവഗ്രഹത്തിലൊക്കെ ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. ഒരു പ്രസംഗം ഞാൻ ആക്ച്വലി ഈ കോൺഫറൻസിൽ വരുന്നത് പ്രസംഗം കേൾക്കാനാണ്. ആഴ്ചയിൽ ധാരാളം പ്രസംഗിക്കട്ടെ. എനിക്കൊരു പ്രസംഗം, നല്ല പ്രസംഗം കേൾക്കാനുള്ള കൊതിയോടെ വരും. നമുക്കൊരു പ്രസംഗം കേൾക്കാൻ ഇരിക്കേണ്ട. ഒരുമിച്ചൊന്ന് ശുശ്രൂഷിക്കാം. ഒരു ഭക്തൻ പറയുക, മോശ ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അതേ മോശയെ കുറിച്ച് ദൈവം തന്നെ നേരിട്ട് സാക്ഷ്യം പറയുക. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ പുരോഹിതനായ സഹോദരൻ അഹരോനും പ്രവാചകിയായ സഹോദരി മിരിയാമും അകത്ത മുറിക്കകത്ത് സഹോദരനെതിരെ കൂടാതെ വളർത്തുമ്പോൾ മോശ അത് കേൾക്കുന്നതിന് മുമ്പ് ദൈവം അത് കേട്ടു. ആരംഭത്തിലെ പറയാം, നിങ്ങളെ കുറിച്ച് ജനം വിഹിതമായി സംസാരിക്കുമ്പോൾ, നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾപ്പോൾ ഇതിന്റെ വിഷയമല്ല, സ്വർഗം അത് കേൾക്കുന്നുണ്ട്. അകത്ത് മുറിയെ കൂടാതെ സ്വർഗത്തെ ദൈവം കേൾക്കുന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രി നമുക്കുണ്ടായിരിക്കണം. രണ്ടുപേരെയും വിളിച്ച് പുറത്തിറങ്ങിയിട്ട് പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയോ പ്രവാചകത്തിന്റെ മഹത്വമുള്ള ദൈവം പറയുന്നത് നിങ്ങൾക്കറിയാമോ? എന്റെ ദാസനായ മോശയോ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തന. സ്വർഗം സാക്ഷ്യപ്പെടുത്തുന്നത് വിരലിച്ചോണ്ടുവാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഇന്ന് രാത്രി നമുക്കൊരു സ്വർഗത്തിന്റെ സാക്ഷ്യം ലഭിച്ചാൽ അത് മതി. ദൈവമൊക്കെ നമ്മുടെ സ്വത്ത്. ലോകത്തിന് ആരുടെ കേരളമാരുടെ ഇഷ്ടമൊന്നും പേരെങ്കിലും കൈയടിച്ച് പ്രോത്സാഹിപ്പാൻ ആരും കിടത്തും മറന്നുമില്ലെങ്കിലും ഈ സ്വർഗം അംഗീകരിച്ചാൽ അത് മതി. പറയണമായില്ല, ഞാൻ അംഗീകരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിങ്ങളെ അംഗീകരിക്കുന്ന സ്വർഗമുണ്ടെന്ന് ആ മോശയുടെ ജീവിതത്തിലെ 7 കാലങ്ങളിലെ വിശ്വസ്തയെ പറഞ്ഞ എന്റെ വാക്ക് അവസാനിപ്പിക്കും. ജീവിതം ഒന്ന് പഠിച്ചു കഴിഞ്ഞ് നദിയുടെ തീരത്ത് ആരംഭിച്ച് മുകളിൽ ഒതുങ്ങുമ്പോൾ താൻ വെളിപ്പെടുത്തിയ 7 തലങ്ങൾ നിങ്ങൾക്ക് 70 കണ്ടുപിടിക്കാം. പക്ഷെ എനിക്ക് കിട്ടിയ വെളിപ്പാട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒന്ന്, തന്റെ തിരഞ്ഞെടുപ്പിലാണ് വിശ്വസ്തനായിരുന്നു. എബ്രായലേഖനം 11-ാം അധ്യായം ഓർപ്പിക്കുന്നില്ല. 11-ന്റെ 24 മുതൽ 26 വരെ വായിക്കുമ്പോൾ he was faithful in his selection. അത് ഓരോ തെരഞ്ഞെടുപ്പിലും he proved his faithfulness. അവന് വിശ്വസ്തത തെളിയിച്ചു. നമുക്കറിയാവുന്ന ഭാഗമല്ല, മോശകാലം വരുമ്പോൾ പാപത്തിന്റെ താൽക്കാല ഭാഗത്തേക്കാൾ ഈ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ ഓരോ തത്വങ്ങളെ നോക്കുമ്പോൾ അതിനേക്കാൾ എനിക്ക് പദ്യമെന്ന് തോന്നിയത് ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നതാണെന്ന് സമർപ്പിച്ചല്ലോ. ഞാൻ നിങ്ങൾ സൗകര്യമായി സുഖമായി നമ്മുടെ സഹോദരങ്ങൾ കർത്താവിനോട് കഷ്ടം അനുഭവിക്കുമ്പോൾ ലോകത്തിന്റെ അധ്വാനിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ പോയോ ഞാൻ വന്ദനം ചെയ്യുകയാണ്. പലപ്പോഴും പോയി കടന്നുപോയി കാണാറുണ്ട്. അവർ അനുഭവിക്കുന്ന കഷ്ടമാക്കുമ്പോൾ നമ്മളൊന്നും ആയിട്ടില്ല. മോശം ഒരു കാര്യം മനസ്സിലാക്കുന്നത് പോന്നപ്പോൾ എന്റെ സഹോദരൻ ആരാണെന്ന്, മിസ്രൈമിന്റെ പാരമ്പര്യവും മിസ്രൈമിന്റെ പാണ്ഡിത്യം ഒക്കെ ഉള്ളപ്പോൾ തന്റെ സഹോദരൻ ആരാണെന്ന് അവിടെ തിരിച്ചറിവുണ്ടായി. ഇന്ന് രാത്രി നമ്മുടെ എല്ലാ കംഫർട്ട് സോണിലും നമ്മുടെ സഹോദരന്മാർ ആരാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. അത് തിരിച്ചറിഞ്ഞാൽ പാപത്തിന്റെ താൽക്കാല ഭോഗത്തെക്കാൾ എനിക്ക് പദ്യമായി തോന്നുന്നത് ദൈവസഭയോട് ചേർന്ന് അനുഭവിക്കുക. അവരുടെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ എനിക്കൊന്ന് അനുഭവിച്ചറിയണം. പ്രതിഫലമൊന്ന് നോക്കി തനിക്ക് ലഭിക്കുവാനുള്ളത്, തനിക്ക് ലഭിക്കുന്ന പദവികളൊന്ന് നോക്കി എവിടെ വായിക്കുന്നു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേരിനേക്കാൾ എന്താണ് നോക്കി പ്രതിഫലം? കൈകളും ചെങ്കോലും മിസ്രൈമിന്റെ ജനങ്ങളും വാഴുവാനുള്ള അധികാരങ്ങളും കിട്ടുവാനുള്ള അവകാശങ്ങൾക്കപ്പുറത്ത് ഒരു കൂട്ടം ജനത്തെ അക്കരമാക്കി നയിക്കുവാനുള്ള ഒരു നിയോഗം എന്റെ മേലുണ്ട്. അതായത് ഏറ്റവും വലിയ പ്രതിഫലം. ഈ ലോകത്തിൽ വാഴ കൂടുന്ന സമയത്തിനേക്കാൾ ഒരാത്മാവിനെങ്കിലും യോഗം നടത്തുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായാൽ, ചെങ്കലിനെ കുറിച്ച് കിടക്കുവാൻ ഒരു വ്യക്തിയെങ്കിലും പിടിച്ചുയർത്തുവാൻ എനിക്ക് ഭാഗ്യമുണ്ട്. ഇന്ന് രാത്രിക്കാലം
പിന്നെ നിന്ന വലിയ ധനം വന്നെ. ഒരു തിരഞ്ഞെടുപ്പ് വിശ്വസനായിരുന്നു. പൗലോസ് പറയുന്നു, ലാഭമായിരുന്നതൊക്കെ നഷ്ടക്കച്ചവടം വലിച്ചെറിഞ്ഞെന്നല്ല പറഞ്ഞത്. Whatever was profitable unto me, I am ready to count it as a loss because of the excellency of the knowledge of Christ. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എന്റെ കർത്താവിനെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ, അവനെ അനുഭവിച്ചു തുടങ്ങുമ്പോൾ ഈ ലോകത്തോടെ വില ചവറന്നിട്ടു. ആത്മാവിൽ പറയാം, ഈ ലോകത്തിൽ കാണുന്നതിന് ചവറന്ന് വിലയിടുന്നവനാ ആത്മീയ ആരോഗ്യമുള്ള വിശ്വാസി. ഈ മണ്ണിനെ പ്രതി സ്വർഗീയ മാണിക്കത്തെ അവനില്ലെങ്കിൽ എന്നെ വിശ്വസനെന്നാണ്. അവൻ തിരഞ്ഞെടുപ്പിൽ വിശ്വസനായിരുന്നു. രണ്ട്, മോശത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വിശ്വസനായിരുന്നു. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 11, 12 2 വാക്യങ്ങൾ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ മോശയുടെ പ്രാർത്ഥന എത്രമാത്രം വിശ്വസ്തതയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാൽക്കാലി ഉണ്ടാക്കിയിട്ട് നിലയും വിലയും മറന്ന് ഇസ്രായേൽ മക്കൾ അതിന്റെ മുമ്പിൽ ആടിപ്പാടി നൃത്തം ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, മോശം ഞാൻ മാറ്റി പറഞ്ഞു പോകുന്നു, ഞാൻ ഈ സകല ജനത്തെയും സംഹരിക്കാൻ പോവുകയാണ്. പക്ഷെ നിന്നെയോ മഹത്വവും ബലവുമുള്ള ഒരു ജാതിയാക്കി മാറ്റി. എന്തൊരു വലിയ ഓഫറാണ് ദൈവം കൊടുത്തത്. ഞാനൊരു വലിയ ജാതിയാക്കാമെന്ന് അവസരം കിട്ടിയപ്പോൾ, അല്ല, സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഒറ്റുകാരനിൽ 10 പേർ മുടങ്ങുന്നുണ്ട്. ഒരു രാത്രി മുഴുവൻ സഭയെ കലയിക്കുന്നു. കൂട്ടത്തിൽ കല്ലുകൊടുക്കുന്ന ജനത്തെ എറിയുവാൻ വേണ്ടി, ദൈവദാസന്മാരെ എറിയുവാൻ വേണ്ടി. അതിന് നടുവിൽ സ്വർഗം പറയുന്നു, ഒരു മഹാഭാരി കൊണ്ട് ഞാൻ ഈ സകലരെയും നശിപ്പിക്കാൻ പോകുക. നിന്നെ ഈ ഭൂതത്തൊക്കെയും ശ്രേഷ്ഠ ഒരു ജാതിയാക്കി മാറ്റാം. ഞാനാണ് 2 കൈ നീട്ടി സ്വീകരിച്ചത്. പക്ഷെ മോശം മണ്ണിൽ മുഖമർത്തി കണ്ണിലേക്ക് വിളിച്ചു പറയുന്നു, ഈ ജനം നശിച്ചിട്ട് എനിക്ക് മഹത്വമുള്ള ഒരു ജാതിയായി മാറണം. എന്താ പ്രാർത്ഥനയിൽ വിശ്വസത? ഇടറി വീഴുന്നവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ആത്മാർത്ഥതയുടെ കണ്ണുനീർ നിൽക്കുന്ന സ്ഥലത്ത് പൊഴിക്കാൻ പറ്റിയാൽ എന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, എന്റെ വിഷയം സാധിക്കാനല്ല, എനിക്ക് മഹത്വവും എനിക്ക് ബലവും ജ്ഞാനം പ്രാപിക്കാനല്ല. എന്റെ പ്രാർത്ഥന വിഷയം കൂടെ ഇറങ്ങി തിരിച്ച പലരും ഈ ഇടറി വീണ് കിടക്കുന്നു. ഒരിക്കൽ ശുശ്രൂഷയിൽ ശോഭിച്ചവര്, ഒരിക്കൽ കർത്താവിനോട് നിന്ന പലരും ഇന്ന് പതറി കിടക്കുമ്പോൾ അവർ നശിക്കട്ടെ എന്ന് പറയുന്നതല്ല, അവരെ ഒന്ന് പിടിച്ചു വെക്കുവാൻ ഈ മണ്ണിൽ നിന്ന് എഴുന്നേക്കാതെ ആവർത്തിച്ച് അയ്യോ യഹോവേ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് പുറപ്പെടുക്കുവാൻ ദൈവബോധത്തിന്റെയും മനുഷ്യരുടെ മേൽ വീഴുവാൻ പോകുന്ന അഗ്നിയുടെ ഇടിവിൽ കയറി നിൽക്കുവാൻ ആ ഭക്തൻ തയ്യാറായി. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. എന്താ നമ്മുടെ പ്രാർത്ഥന വിഷയം? നമ്മുടെ കൊട്ടാരത്തിൽ പഞ്ചകോടിന്റെ അകലം തൊട്ടുകൊണ്ട് എസ്തർ നൽകിയ ഒരു ചോദ്യം, എസ്തേറേ, 120 സംസ്ഥാനം അടക്കി ഭരിക്കുന്ന രാജാവാണ് നിനക്ക് എന്താ വേണ്ടത്? ഈ രാജ്യത്തിന്റെ പകുതി ആണെങ്കിലും തരാം. 60 സ്റ്റേറ്റ് കിട്ടിയാൽ ഞാനാണ് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയത്. പക്ഷെ എസ്തേർ പറയാ, എനിക്ക് വലിയ സ്ഥലം വാങ്ങുന്നതല്ല വിഷയം, എനിക്ക് 60 സ്റ്റേറ്റ് ഭരിക്കാനല്ല വിഷയം, എന്റെ ജനത്തിന്റെ വിടുതലാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇങ്ങനെ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കാര്യം സാധിച്ചില്ലെങ്കിലും എന്റെ കൂട്ടു സഹോദരൻ കെട്ടിൽ നിന്ന് പുറത്തു വരണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശ്വസ്തന്റെ പ്രാർത്ഥനയാണ്. മഹാരാജാവിന്റെ സന്നിധിയില് മാനവാദം പിടിച്ചുകൊണ്ട് മുഖം മാനവോട് നിൽക്കുമ്പോൾ രാജാവിനെ വിളിക്കുന്നു, നെഹമ്യാവേ, എന്താ മുഖം മാറിയിരിക്കുന്നത്? ഒരു പ്രൊമോഷനല്ല വിഷയം, ഒരു പണിയും വീഴുകയല്ല, ഒരു സിറ്റുവേഷൻ മാറുകയല്ല. പിതാക്കന്മാരുടെ കല്ലറകളുള്ള എന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ തീവന്ത്, വാതിലുകൾ തീവന്ത്, മതിലുകളിയ ചുട്ടുകിടക്കുന്നു. എനിക്ക് ദൈവാലയത്തിന്റെ ഒരു പണിക്കാരനായി മാറണം. ഇന്ന് രാത്രി നിങ്ങളുടെ ആഗ്രഹങ്ങളെ താഴെ കടലിൽ നിന്ന് ഉന്നതമായ ആത്മീയ മണ്ഡലങ്ങളിലേക്ക് നിന്ന് ഉയർത്തിക്കഴിഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥന വിജയിച്ചു. മോശന്റെ പ്രാർത്ഥനയിൽ വിശ്വസ്തനായിരുന്നു. 3, മോശന്റെ പിടിയിൽ വിശ്വസ്തനായി. ഓരോ വിഷയങ്ങളും മണിക്കൂറുകൾ സംസാരിക്കേണ്ടതാണ്. എനിക്ക് ആഗ്രഹമില്ല, കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ല, കണ്ടാൽ സമയം കൊടുക്കണം. 3, മോശന്റെ വിളിയിൽ വിശ്വസ്തനായിരുന്നു. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 43 വരെ പരന്നു കിടക്കുന്ന ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ മഹത്വം ഉണ്ടല്ലോ. ദൈവം പറഞ്ഞു, നിന്റെ സഹോദരനെ അണിയിച്ചൊരുക്കുവാൻ ഞാൻ ആത്മാവുള്ള ഞാനിങ്ങോട്ട് പറയണം.
വിശേഷ വസ്ത്രം ചിത്രത്തൈലോടുകൂടി മഹത്വത്തിനും മാനത്തിനും അലങ്കാരങ്ങളുമായി ഉണ്ടാക്കണം. അത് വിശദീകരിക്കണമെങ്കിൽ 43 മിനിറ്റ് വേണം ഓരോ വാക്യം പറഞ്ഞു പോകാൻ. ആണെന്ന് സ്വപ്നം കാണാൻ പോലും കഴിയത്തില്ല. പക്ഷെ അത് ഉണ്ടാക്കിയിട്ട് നിനക്കല്ല, നിന്റെ സഹോദരനും അവന്റെ 4 പുത്രന്മാരായ നാദാബ്, എലീഹൂ, ഇത്താമാർ, എലയാസർ ഇവർക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു പരാതിയില്ലാതെ പരിഭവമില്ലാതെ ഇത് എനിക്കും എന്റെ മകൻ മോശവും അല്ലല്ലോ എന്ന് ഓർത്ത് നിലവിളിക്കാതെ അസൂയില്ലാതെ അത് സഹോദരി അറിയിച്ചെങ്കിൽ അവൻ തന്റെ പിടിയിൽ വിശ്വസ്തനായിരുന്നു. എനിക്ക് നല്ലല്ലോ അല്ലല്ല, എനിക്കില്ലാത്ത വിളിയിൽ പരിഭവം വേണ്ട, എനിക്കില്ലാത്ത വിളിയിൽ എനിക്ക് വിലാപം വേണ്ട, അതുള്ളവരോട് അവർക്ക് അസൂയ വേണ്ട. പക്ഷെ മോശക്കറിയാം എനിക്കൊരു ശിശുവിന്റെ ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രികൾ അത് തിരിച്ചറിയുന്നവർക്ക് സ്തോത്രം. എത്ര അലങ്കാരം, എത്ര മാനം വകുത്തു എനിക്ക് കിട്ടിയെങ്കിലും അതെനിക്ക് മതി. ഇന്ന് രാത്രികാലം മറ്റുള്ളവരുടെ ശുശ്രൂഷയല്ല, ദൈവം എനിക്കൊരു ശുശ്രൂഷ തന്നു എന്ന് ഉറപ്പുള്ളവർക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും പറയുന്നത് 2 Corinthians 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഹൃദയം അടുത്തു പോകാത്തത്? അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഒരു ശുശ്രൂഷയുള്ളത് കൊണ്ട് ഞങ്ങൾ അറിയപ്പെട്ടു പോകുന്നില്ല. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറഞ്ഞാണ് ഒരു കൊച്ചു പ്രാർത്ഥനയായിക്കൊള്ളട്ടെ, ഉടൻകാലിൽ ഇരിക്കുന്ന ഒരു കവിയായിക്കൊള്ളട്ടെ, വചനം വായിക്കാൻ കിട്ടുന്ന വെളിപ്പാടാകട്ടെ, 4 വാക്ക് എഴുതാവുന്ന കഴിവാകട്ടെ, സഹോദരന്മാരെ പോലെ പാടാവുന്ന കഴിവാകട്ടെ, ലഭിച്ച ശുശ്രൂഷയ്ക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. തന്റെ വിളിയിൽ അവൻ വിശ്വസ്തനായിരുന്നു. ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. He was faithful in obeying God even to the point of death. അതായത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കും. യേശു നമുക്ക് മാതൃക. മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി മാറിയിരുന്നു. സമാധാന കൂടാരത്തിന്റെ പണിക്ക് അറിയാവുന്ന ഭാഗമല്ലേ ദൈവം പർവ്വതത്തിൽ മാതൃക കാണിച്ചു കൊടുക്കുന്നു. 40 വർഷം ഇസ്രായേലിലെ സകല വിദ്യയും ഞാൻ അഭ്യസിപ്പിച്ചവൻ, വാക്കിലും പ്രവർത്തിയിലും സാമർഥ്യമുള്ളവൻ, എല്ലാവരും എടുക്കനാ. പക്ഷെ പിരമിഡിന്റെ പ്ലാൻ തലയിൽ നിന്ന് തുടച്ചു കളഞ്ഞിട്ട് സ്വർഗത്തിന്റെ പ്ലാൻ പ്രകാരം ആ പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃപ്രകാരം അവനത് പണിതെടുക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുവാൻ എത്രമാത്രം വിശ്വസ്ത കാണിച്ചു. നമ്മൾ ആവർത്തിച്ചു വായിക്കുന്നില്ലേ? ദൈവം പറഞ്ഞതുപോലെ തന്നെ മോശ ചെയ്തു. തന്റെ ബുദ്ധി ഉപയോഗിക്കാതെ, തന്റെ ജ്ഞാനം ഉപയോഗിക്കാതെ, സ്വന്തം അഭിപ്രായം ഉപയോഗിക്കാതെ ദൈവാലോചനയ്ക്ക് അവൻ ശുശ്രൂഷ ചെയ്തു. ദൈവത്തെ അനുസരിക്കുന്നത് അൺകോംപ്രമൈസിങ് ക്രിസ്ത്യൻ ലോകം. ഈ ലോകത്തോട് പ്രാധാന്യപ്പെടാത്ത ഒരു ആത്മീയ ജീവിതം, അതിന് മാറ്റാത്ത, അളവ് മാറ്റാത്ത, സുവിശേഷത്തിന് പരിധിയിടാത്ത, പരിമിതിയിടാത്ത, പിതാക്കന്മാരുടെ അതിന് മാറ്റാത്ത ഒരു അനുസരണത്തിനായി എത്ര പേര് തയ്യാറാകും? സാഹചര്യം മാറിയാൽ, കൾച്ചർ മാറിയാൽ, ലാംഗ്വേജ് മാറിയാൽ, ദേശം മാറിയാൽ മാറുന്നതല്ല ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം. സ്വർഗം കാണിച്ച മാതൃക പ്രകാരം തന്നെ ഞാനും എന്റെ കുടുംബവും ദൈവത്തെ സേവിക്കുമെന്ന് ആത്മാവിനെ വിളിച്ചു പറയുവാൻ ഈ കോൺഫറൻസിൽ ജനങ്ങൾ തയ്യാറാകട്ടെ. ഞങ്ങൾ വിശ്വസ്തരായിരിക്കും. ദൈവം പറഞ്ഞ ആളുകളൊക്കെ ജീവിക്കണം. നമ്മളോട് പറയുന്നത് പെട്ടകം പട്ടതാണ്. കണിയുടെ പേര് ഗോപനായിരിക്കും. എന്താ കതിരവനമായിക്കൂടെ? അത് പിന്നെ ഞാൻ പറയാം. പെട്ടകമില്ല. എന്താ ഞാനേ ആയിക്കൂടെ? അത് സമയമാകുമ്പോൾ പറയാം. പക്ഷെ ഇപ്പൊ ഉണ്ടാകേണ്ട പെട്ടകം ഗോപനും മരം ഉണ്ടായിരിക്കണം. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. എന്തിനാ കർത്താവേ? അരയടി കുറഞ്ഞ കുഴപ്പമുണ്ടോ? നമുക്ക് നിനക്കറിയത്തില്ല. ഞാൻ പുറപ്പെടുവിക്കാൻ പോകുന്ന വെള്ളത്തിന്റെ ആഴം ആ അടിയുടെ ഉറ തുറക്കുമ്പോൾ ആകാശത്തിന്റെ കിളിവാദത്തുള്ളത് പൊങ്ങുന്ന വെള്ളത്തിന്റെ ആഴം അറിയുന്നവൻ പറയുന്ന അളവിൽ പെട്ടകം പണിയണം. ഇത് രാത്രിക്കാലം മുമ്പിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളും, മുമ്പിൽ അനുഭവിക്കുന്ന കാറ്റുകളും, മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രതിഫലവും ഒക്കെ അറിയുന്നവൻ തരുന്ന അളവിലും അതിലും ഒപ്പം ജീവിച്ചാൽ ആ പെട്ടകത്തിന്റെ ഒരാണി പോലും കേൾക്കത്തില്ല എന്ന് ആത്മാവിനെ വിളിച്ചു പറയട്ടെ. അനേക വിശ്വാസത്യാഗം സംഭവിക്കുമ്പോൾ, അനേക ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് സ്വന്തം ബുദ്ധിക്കത്തോളം പെട്ടകം പണിതാൽ, സ്വന്തം ബുദ്ധിക്കത്തോളം സഭ പണിതാൽ, സ്വന്തം ബുദ്ധിക്കത്തോളം കുടുംബം പണിതാൽ ആ വെള്ളത്തിൽ ആ പെട്ടകം മുന്നേറിക്കും. വിശ്വസന്മാർ കുറയ്ക്കൊത്തവണ്ണം, വിശ്വസന്മാർ ദൈവം കാണിച്ച മാതൃക്കൊത്തവണ്ണം പെട്ടകം പണിയട്ടെ. അപ്രകാരം പറയുന്നു. അങ്ങനെ യാഗം കഴിച്ച് ഭക്തൻ രാവിലെ എഴുന്നേറ്റിട്ട് വിറക് കയറുക. പണിയൊന്നും ഇല്ലെങ്കിലാവേ ഏതായാലും മകനെ യാഗം കഴിക്കണമല്ലോ. പക്ഷെ എനിക്ക് യാഗപീഠത്തിന്റെ മുകളിൽ അവിടെ ചെന്നിട്ട് അല്ല എന്റെ വീട്ടിലേക്ക് തുടങ്ങണം. ഞാൻ ദൂരം പറയാം. അല്ല, നീ ദൈവനാമത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി വിറക്
ദൈവത്തിന് വേണ്ടി പറയുക, ദൈവത്തിന് വേണ്ടി പാട്ട് പാടുക, ദൈവത്തിന് വേണ്ടി മനസ്സിക്കുക, ദൈവത്തിന് വേണ്ടി ശരീരം നിയന്ത്രിക്കുക. നിന്റെ തലമുറയെ അല്ലെങ്കിൽ മുകളിൽ കഷണം കഷണമാക്കുവാൻ നിന്നെ വിളിച്ചവൻ സമ്മതിക്കുന്നില്ല. അവൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി നമുക്ക് അനുസരിക്കാം. മോശ അനുസരണത്തിൽ വിശ്വസ്തനായിരുന്നു. 5 മോശ പണത്തിൽ വിശ്വസ്തനായിരുന്നു. പറയാൻ പറ്റാത്ത വിഷയം പറയാൻ പോകും. സ്തോത്രാഗ്രഹകാരല്ലേ പറഞ്ഞു വരുന്നത്. ആത്മീയ ലോകം അധപ്പതിച്ചു പോയ ഒരു കാലഘട്ടം. വ്യഭിചാരം അല്ലെങ്കിൽ വിഗ്രഹാരാധനയൊക്കെ നമ്മളങ്ങ് പ്രൊജക്ട് ചെയ്ത് പറയും. പക്ഷെ സകല ദോഷത്തിനും കാരണം ദ്രവ്യാഗ്രഹം. മറ്റേതിനെ ചെറുതാക്കിയില്ല, അനുവദനീയമല്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. പ്രസംഗിക്കേണ്ട കാലഘട്ടമാണ്. മോശ പണത്തിൽ വിശ്വസ്തനായിരുന്നു. എന്താ തെളിവ്? പുറപ്പാട് പുസ്തകം 36-ാം അധ്യായം 3 മുതൽ 7 വരെ വായിക്കുമ്പോൾ രാവിലെ ജ്ഞാനാത്മാവുള്ള ജ്ഞാനികൾ ഓടി എന്ന് പറയുക, അയ്യോ മോശേ, ആലയമണിക്ക് കൊണ്ടുവരുന്നത് ഇഷ്ടംപോലെ സഹോദരി സഹോദരന്മാര് വസ്തുവകള്, സ്വർണം, വെള്ളി എല്ലാം ദർപ്പണമല്ല എന്ന് കൊണ്ടുവരിക. നമുക്ക് വേണ്ടുവോളമായി ദൈവം നിന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? The offering is sufficient for us. My grace is sufficient for us. Good. Your strength will make us strong in our weakness. That's good. But can you preach a message like that? Offering is sufficient for us. Praise the Lord. Pastor എന്ന് പറഞ്ഞാൽ praise the Lord. മോശ പറയുക, രാവിലെ പ്രസംഗം, സഹോദരിമാരെ സഹോദരന്മാരെ, ആലയം പണിക്ക് ഞങ്ങൾക്ക് വേണ്ടുവോളമായി മതി. സമ്പത്തും മതി എന്ന് പറയുവാൻ അവൻ വിശ്വസ്തനായിരുന്നു. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ എത്ര പേര് തയ്യാറാകും? ഒരു 10 വിളിച്ചു പറയുക, ഞങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ട്. ആരാ? പൗലോസ് 2ാമത്തെ വീടിന്റെ ആധാരം എഴുതിയിട്ടാണ് ഇത് പറഞ്ഞത്. ഞാൻ വേണ്ടുവോളം ഉണ്ട്, സമൃദ്ധിയുമായിട്ട് ഇരിക്കുന്നത്. പക്ഷെ ഹൃദയത്തിനകത്ത് സംതൃപ്തി. പത്രോസേ, നീ എന്താ പറയുന്നത്? വെള്ളിയും പൊന്നും. കഴിഞ്ഞ സഭായോഗത്തിൽ എത്ര പേരുണ്ടായിരുന്നു? പത്രോസിന്റെ സഭയിൽ 5000 പേര്. സെഞ്ചുറി ആരംഭ ദിവസം 3000, പിന്നെ 5000 വിശ്വാസികളെ നമ്മുടെ കൂട്ടാണ്. $1 ഇടുന്നത്. പിന്നെ സകലതും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്ക വെച്ചു. 2ാം ദിവസം പുള്ളി പറയുക, വെള്ളിയും പൊന്നും സഹോദരന്മാരെ, അത് കാൽക്കല്ലാതെ ഇന്ന് വരെ തലയിൽ കയറിയിട്ടില്ല. പണമാകാം, അത് കാൽക്കൽ തലയിലാകരുത്. പണമാകാം, അതല്ല എന്റെ പാദത്തിൽ അതിനപ്പുറത്ത് വളരാത്ത ഒരാത്മീയത എനിക്കുണ്ട്. മോശ പറയുന്നു, മതി, ആലയം പണിക്ക് ആവശ്യത്തിനായി മതി. ഞാൻ പറയേണ്ട തോന്നാൻ നിർത്താനല്ല പറഞ്ഞു വരുന്നത്. സമ്പത്തിനോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനായി മാറട്ടെ. ഇന്ന് പകൽക്കാല രാത്രികാലം ആത്മാവിൽ വിളിച്ചു പറയണം, ഞങ്ങൾക്ക് മതി. ഹല്ലേലൂയ. അലംഭാവത്തോടെ ഇരിക്കാൻ അറിയാം, സന്തോഷത്തോടെ ഇരിക്കാൻ അറിയാം. ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിശ്വസ്തന്മാരെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. ആവലാതിയുടെ കൂമ്പാരമായി മാറത്തടിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കളെയല്ല ദൈവസഭയ്ക്ക് വേണ്ടത്. ഉള്ളതിൽ ഹല്ലേലൂയ സന്തോഷത്തോടെ be content in whatever way it may be. I know how to be abound. I know how to be amazed. I can be satisfied at any moment. എനിക്കത് അറിയാം. Praise the Lord. 6ാമതായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം ദിവസങ്ങളോട് ഓർപ്പിച്ചു. 34-35 വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വായിക്കുന്നത്, മേഘം സമാഗമന കൂടാരത്തെ മൂടുകയും യഹോവയുടെ തേജസ് തിരുനാമത്തെ നിറയ്ക്കുകയും ചെയ്തിരുന്നുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. കഷ്ടപ്പെട്ട് ഇത്രയും പണം ഉണ്ടാക്കിയതാണ്. ഞാനാണ് എന്താ പറഞ്ഞത്? ഞാനില്ലെങ്കിൽ ഒന്നും നടന്നത്തില്ല. സ്വയം ഘോഷിക്കുന്നതാ വിശ്വാസം. ഞാനില്ലെങ്കിലും ദൈവമഹത്വം കണ്ടാൽ മതി. ഞാനില്ലെങ്കിലും സഭായോഗം നടന്നാൽ മതി. ഞാനില്ലെങ്കിലും കോൺഫറൻസ് നടന്നാൽ മതി. ഞാനില്ലെങ്കിലും പ്രാർത്ഥന നടന്നാൽ മതി. ഞാനില്ലെങ്കിലും യഹോവയുടെ തേജസ്സ് ഇറങ്ങിയാൽ മതി. സ്വയം ഘോഷിക്കുന്നത് ദൈവമക്കളെ, നിങ്ങളൊന്ന് താണു കൊടുത്ത് നിങ്ങൾ എവിടെ വരെ ഉയർത്താമോ ദൈവം എവിടെ വരെ ഉയർത്തും. സ്വന്തം അപ്പൻ വിചാരിച്ചാൽ പോലും നിങ്ങളുടെ മേൽ വീടിന് അനുഗ്രഹത്തിനെ കൈ തട്ടി മാറ്റാൻ പറ്റത്തില്ല. 48:13 മുതൽ 20 വരെ വായിക്കുമ്പോൾ ഇസ്രായേലിലെ സകല പ്രതാപത്തോടും 2ാം വാഴുന്ന യോസഫ് പന്തിവഴി ഒതുങ്ങിനായ യാക്കോബിന്റെ മുമ്പിൽ 130 വയസ്സുള്ള യാക്കോബിന്റെ മുമ്പിൽ ഇസ്രായേലിൽ ജനിച്ച 2 കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ചുകൊണ്ടിരിക്കുക. വലകൈ കൊണ്ട് എബ്രാഹിമിനെ പിടിച്ച് യാക്കോബിന്റെ ഇടകൈക്ക് കീഴെയും ഇടകൈ കൊണ്ട് മൂത്തവനായ മനശ്ശയെ പിടിച്ച് യാക്കോബിന്റെ ഇടകൈക്ക് കീഴെ വെച്ചു. അത് അപ്പന്റെ ആഗ്രഹം. അപ്പന്റെ വലത് കൈ മിസ്രയീം മന്ത്രിയുടെ ആഗ്രഹം, അപ്പന്റെ വലത് കൈ ആരുടെ മേൽ വീഴണം? മനശ്ശയുടെ മേൽ വീഴണം. പക്ഷേ അല്പം കണ്ണു ഭംഗിയിരിക്കുന്ന യാക്കോബ് വചനം പറഞ്ഞു,
ഹാൻഡ്. അവൻ കൈകളെ പിണച്ചു വെച്ചു. വലകൈ നീട്ടി എബ്രഹാമിന്റെ തലയിലും ഇടകൈ നീട്ടി മനശ്ശയുടെ തലയിലും വെച്ചു. 17 വാക്യം വായിക്കുന്നു, അത് യോസഫിനെ അനിഷ്ടമായി തോന്നി. അപ്പൻ ഇഷ്ടപ്പെട്ട നല്ല വിഷയം, ആരെ സംബന്ധിച്ച നല്ല വിഷയം. യാക്കോബ് പറയുന്നു, എനിക്കറിയാം മകനെ, ഇതാ ദൈവഹിതം. സ്വർഗം നിന്റെ മേൽ കൈവെക്കാൻ തീരുമാനിച്ചാൽ അത് മിസ്രയീമിലെ മന്ത്രി വിചാരിച്ച പോലും തട്ടി മാറ്റാൻ പറ്റത്തില്ല. സ്വർഗത്തിന്റെ ഒരു ആലോചന ഉണ്ടെങ്കിൽ, സ്വർഗം ഒരു കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ, അവൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് തക്ക സമയത്ത് നിന്റെ തലയിൽ വീണിരിക്കും. ഞാനൊന്ന് മാറിക്കൊടുത്താലും, ഞാൻ ഒഴിഞ്ഞു നിന്നാലും എനിക്ക് ഈ ആലയത്തിൽ ദൈവമഹത്വം കണ്ടാൽ മതിയോ? മോശയെ വിളിച്ചു യോഹന്നാനെ പോലെ നമുക്ക് പറയാം, അവൻ വളരണം, ഞാനോ കുറയണം. കഴുത്ത് വെച്ച് കൊടുക്കുന്നവരെ, ഒരു താരത്തിൽ തലകയിൽ തല വീഴുന്നവരെ, I am ready to be decreased every moment, but I want to see he must increase every moment in my life. അവൻ വളരണം. ഒരു വാക്കോടെ പറഞ്ഞ അവസാനിക്കും. ആവർത്തന പുസ്തകം 34 അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ, 7 മുതൽ 12 വരെ വായിക്കുമ്പോൾ, ഞാൻ ഓർപ്പിച്ച പോലെ നീലനദിയുടെ തീരത്ത് ആരംഭിച്ച കൊച്ചു ജീവിതം 40 3 കുടുംബങ്ങളായി ഇന്ന് നെബോയുടെ മുകളിൽ ദൈവത്തിന്റെ കരം പിടിച്ചു നിൽക്കുക. അവിടെ എരിഞ്ഞടങ്ങാൻ പോകുകയാണ്. മരണപര്യന്തം വിശ്വസ്തനായിരുന്ന മോശ, കണ്ണുകളൊക്കെ കണ്ട മോശയെ തന്നെ നീ അവിടെ പ്രവേശിക്കരുതെന്ന് പറയുമ്പോൾ അവിടെ മരിക്കുന്ന മോശയെ സ്വർഗം അടക്കിയെന്ന് വായിക്കുന്നു. 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഫറവോന്റെ അടുക്കൽ ചെയ്ത അടയാളങ്ങളും മിസ്രയീമിൽ ചെയ്ത അത്ഭുതങ്ങൾ വെച്ച് വിചാരിച്ചാൽ ദൈവം അഭിമുഖമായി സംസാരിച്ച ഒരു വിശ്വസ്ത പ്രവാചകൻ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. മരിക്കുന്ന അവസാന നിമിഷവും ഒരു സാക്ഷ്യം കൂടി എഴുതി ചേർക്കുന്നു. 107-ാമത്തെ വയസ്സിലും കണ്ണ് മങ്ങിയിരുന്നില്ല, ദേഹബലം ക്ഷയിച്ചിരുന്നില്ല. ഹോരേബിന്റെ പർവ്വതത്തിൽ കണ്ടു തുടങ്ങിയ ദൈവിക ദർശനം ആവർത്തിച്ച് പലവട്ടം സീനായിലും ഹോരേബിൽ കണ്ട ആ കണ്ണ് എങ്ങനെ മങ്ങും? ഞാൻ പറഞ്ഞു വരുന്ന അച്ചിരിയ കണ്ണല്ല. ഇന്ന് പകൽക്കാലം രാത്രികാലം 50 80 100 വയസ്സാകട്ടെ, ഒരിക്കൽ കിട്ടിയ ദൈവിക ദർശനത്തിന്റെ വെളിപ്പാടാണെങ്കിൽ ജീവിത വിശുദ്ധി കാത്തുപരിപാലിക്കുന്ന ആ ദർശനം മങ്ങത്തില്ല. അത് ചെയ്യാനുള്ള ദേഹബലം കുറയത്തില്ല. 85-ാമത്തെ വയസ്സിലും വാക്തത്വം പിടിച്ചടക്കാനുള്ള കാലവിനെ പോലെ ഒരു വേറെ സ്വഭാവമുള്ള ദൈവമക്കൾക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ഹല്ലേലൂയ. സ്വർഗ്ഗം അവനെ അടക്കി. വിശ്വസ്തനായി മരിച്ച മോശ ഏത് കനാൻ തനിക്ക് കാണുവാൻ കഴിഞ്ഞില്ലയോ? മറുമലയിൽ യേശുവും ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ ഏലിയാവിനൊപ്പം ആ കനാന്റെ ഒത്ത നടുവിൽ ഇറങ്ങി വരത്തക്കവണ്ണം സ്വർഗ്ഗം അവനോട് കടാക്ഷിച്ച ദൈവമേക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഈ പ്രസംഗം കേൾക്കുന്ന, തുടർന്ന് വചനം കേൾക്കുന്ന, ഈ ദിവസങ്ങളിൽ ദിവസമായിരിക്കുന്ന ദൈവമക്കളുടെ ആത്മാവ് പറയട്ടെ, എനിക്കും നിങ്ങൾക്കും തീരുമാനിക്കാം, കർത്താവേ, ഈ ഭൂമിയിൽ ജീവിച്ച് പരമാർത്ഥതയോടെ വിശ്വസ്തയോടെ അങ്ങേ സേവിച്ച് കല്ലറയ്ക്ക് അപ്പുറത്ത് ഒരു ചലിക്കുന്ന ജീവന്റെ ഉടമയായി തീരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പഴയ പാട്ട് പറയുന്ന പോലെ, make me true Lord, make me true. വിശ്വസ്തനാക്കണേ കർത്താവേ. There is a race that I must run and I have to finish all the work, but make me true throughout my life, Lord. എന്നെ വിശ്വസ്തനാക്കണമേ കർത്താവേ. ഒരു നിമിഷങ്ങളെ എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവേ, മോശ ദൈവഗ്രഹത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു. സ്വർഗം സാക്ഷ്യപ്പെടുത്തി, പരിശുദ്ധാത്മാവ് ലേഖനത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്കും അങ്ങനെ ജീവിതം വേണം. ഞങ്ങളുടെ വിളിയിൽ ഞങ്ങൾക്കൊരു വിശ്വസ്തരായിരിക്കും. തിരഞ്ഞെടുക്കുമ്പോൾ ആ ഫെയ്ത്ത്ഫുൾനെസ് ഏത് വിഷയത്തിലാണെങ്കിലും പ്രാർത്ഥനയില് കർത്താവേ ഇടറിപ്പോയവരെ കൈപിടിച്ചു വരുത്തുന്ന ഒരു കൃപയുടെ ആത്മാവ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഏൽപ്പിച്ച ധനത്തിൽ അത് തലയ്ക്ക് പിടിക്കാത്ത ഒരു സമ്പത്തിന്റെ ഉടമയാക്കി ഞങ്ങളെ മാറ്റണമേ. ആത്മീയ സമ്പത്ത് കൊണ്ട് ഞങ്ങൾ കർത്താവ് ഉയർത്തണമേ. മരിക്കുമ്പോഴും അവസാന നിമിഷവും ദൈവം അടക്കി എന്ന് പറയുന്ന ഒരു നല്ല എണ്ണം പ്രാപിപ്പാൻ എളിയവരെ സഹായം മഹത്വമല്ല കർത്താവിനെ കൊണ്ട് ഞങ്ങൾ സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.